രുദ്രംബായിയാണ്. സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. സിനിമയെക്കുറിച്ച് പറയാൻ നിനക്ക് എന്ത് അധികാരമെന്ന് ആരെങ്കിലും ചോദിക്കണേ പറയാൻ ഒരു പുസ്തകം കൂടി എഴുതിയിട്ടുണ്ട്. എൻ്റെ പേരിൽ ഉള്ള രുദ്രകല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ സിനിമ ചരിത്രവും പഠനവും. വളരെ 300 രൂപയേ ഉള്ളൂ. കുട്ടികൾക്ക് കൊടുക്കാൻ നേരത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുകയുള്ളൂ. കാര്യം കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ചതൊക്കെ ദക്ഷിണ ചെറുതായിട്ടാണ്. അവർക്കൊന്നും മാർഗ്ഗമില്ലാത്തവരാണ്. കാര്യം കേരളം മൊത്തം ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആകണം, സദേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആകണം, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആകണം. രജനീകാന്ത്, നമ്മുടെ ശ്രീനിവാസൻ തുടങ്ങി ഒരുപാട് പ്രതിഭകൾ, മനോജ് കെ ജയൻ ഉൾപ്പെടെ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർക്കെങ്കിലും പഠിക്കാൻ പറ്റണ്ടേ? ഇപ്പം ഞാനും അതിന് ശ്രമം നടത്തിയ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ വാതിക്കെ പോയി നിന്നിട്ട് രക്ഷയില്ലാതെ വരുമ്പം പൂനെയിൽ തന്നെയാണ് ഓഷോയുടെ. നമ്മളന്ന് ഇച്ചിരി വായനയും ചിന്തയൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഓഷോയെ ഭയങ്കര ആരാധനയാണ്. കലയും അദ്ദേഹത്തിൻ്റെ സാഹിത്യവും സൗന്ദര്യ ദർശനവും ലോകത്തെ ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ സംഭവമാണ്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഞാനിപ്പോഴും സന്യാസിട്ടിരിക്കുന്നത്, നിത്യചൈതന്യെ സ്നേഹിക്കുന്നതും. ഇപ്പോൾ ഷൗക്കത്തിനെ പോലുള്ള ന്യൂജൻ സന്യാസികൾ വരുന്നത്, ചണ്ടാളഭാവം വരെയൊക്കെ ഉണ്ട്. അതൊക്കെ വേഷം കെട്ടൽ ദിലീപിൻ്റെ ഒരു ഡൂപ്പായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഒരുപാട് വേഷം കെട്ടലുകളുള്ള സ്വാമികൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഇനി സന്യാസികളുടെ ലോകമാണ് ഉറപ്പായിട്ടും. കാര്യം അവനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള പാടുപെടലാണ് ന്യൂജൻ കാലഘട്ടത്തിൽ. നമ്മുടെ ഈ ലൈറ്റിൻ്റെ സെറ്റപ്പൊക്കെ പുതിയ ലൈറ്റാണ്. ഞാനിപ്പോഴും പഴയ കാലഘട്ടത്തിൽ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നാടകം കളിച്ചു തുടങ്ങി. നവഭാരതമാണ് കൂടുതലും നാടകം കളിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് മേടിച്ച സമിതി കൂടിയാണ്. ഗോൾഡ് മെഡലൊക്കെ മേടിച്ചിട്ടുണ്ട് പള്ളുരുത്തി പള്ളിയൊക്കെ. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായി നാടകക്കളരിയിൽ നിന്ന് വളർന്നേ. ദൈവത്താറെന്ന് പറയുന്നത്തേക്ക് അറുകുതിക്കുതകത്തിന്താന്തിത്തിന്നേകതെന്താ കറുകുതിക്കത്തൈ എന്ന് പറഞ്ഞ് ചുവട് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ നാടകമൊക്കെ കളിക്കുന്നത്. ഇന്ന് നാടക ഭാഷയൊന്നും ഇല്ലല്ലോ. തിലകൻ ചേട്ടൻ്റെയൊക്കെ പ്രൊഫഷണൽ രീതിയാണ് എല്ലാവരും ഈ താളത്തിലൊക്കെ അനങ്ങിയൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പം നമ്മൾ ഓണം സംക്രാന്തി എന്തുമാവട്ടെ കലണ്ടർ മനോഹരൻ്റെ അപ്പോൾ തിലകനാകാൻ വേണ്ടി നടക്കുക. തിലകൻ ചേട്ടനെയൊക്കെ നല്ല സംവിധായകർ നട്ടലുള്ള ഭാരത സാറിൻ്റെ ഇപ്പം അങ്ങോട്ട് പിടിച്ച് വഴറ്റിയെടുത്ത് അതിന് നല്ല നടനെ ഉണ്ടാക്കി. പക്ഷേ ഞാൻ വരച്ചതാണ്, ഞാൻ സംവിധാനം ചെയ്തതാണ് ഇദ്ദേഹത്തെ വെച്ച്. ഞാൻ മാറി നിന്ന് എൻ്റെ അസോസിയേറ്റിന്, ഞാൻ ക്യാമറ കൂടി നോക്കുന്നതുകൊണ്ട് അസോസിയേറ്റിൻ്റെ ഫ്രണ്ട് സാറിനോട് പറഞ്ഞു കൊടുക്കാനും പ്രോമിറ്റ് ചെയ്യാനൊക്കെ നിന്നപ്പോൾ സാറ് പറഞ്ഞ് രുദ്രൻ ഇങ്ങോട്ട് വന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അഭിനയം പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പഠന വിധേയമാക്കിയ ആ ഭാവങ്ങൾ. കാര്യം പുള്ളി ചെയ്ത പടങ്ങളൊന്നും അത്ഭുതമാണെന്ന് ഞാൻ പറയാറില്ല. കാര്യം ഒരു ഋതത്തിൽ ഇങ്ങനെ കടന്നുപോയ ചരിഞ്ഞൊരു എനിക്കിഷ്ടപ്പെട്ട ആത്മസ്വരൂപമുള്ള നല്ല സത്യസന്ധനായ സ്റ്റുഡിയോ ഓണർ, ഹിന്ദി പടം വരെ അമിതാഭ് ബച്ചൻ്റെ കൂടെ ചെയ്ത ആൾ, സംവിധാനം ചെയ്ത ആൾ, പ്രൊഡ്യൂസർ, വലിയ മഹാപ്രതിഭയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് നാളെ ഇരിക്കുകയും പിടിക്കുകയും ചെയ്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പിക്കേണ്ട ആയുസ്സിന് ഇനി ആരോഗ്യം ഈ ഓണത്തിന് കൊടുക്കട്ടെ, ഇനിയും ഉണ്ടാകട്ടെ ഒരുപാട് ഓണങ്ങൾ. എന്തായാലും ഞാൻ അദ്ദേഹത്തെ വെച്ച് ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ്. അപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് അദ്ദേഹത്തിന് ചിലപ്പോൾ മത്ത് പിടിച്ച് കാണും അതെങ്ങനെ അഭിനയിക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഞാൻ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ പടം. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള നടന്മാരിന്ന് പറ്റുമോ? പറ്റത്തില്ല. ഇന്ന് കാലം മാറി. അതുകൊണ്ട് തന്നെ ഞാനും നായകനായി അഭിനയിച്ചൊരു പടം വരുന്നുണ്ട്, ഓറ. അത് ഈ കാലഘട്ടത്തിന് പറ്റുമെങ്കിൽ എന്നെ വല്ലൊരു എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തിരസ്കരിക്കപ്പെടും. അല്ലാതെ ഞാൻ ഇനി വലിയ നടനാവും. എനിക്കൊരു കാര്യത്തിനും ഒരു താല്പര്യമില്ല. എനിക്ക് എന്നോട് താല്പര്യമുണ്ട്. അതെൻ്റെ കാര്യങ്ങളുടെ സുഖത്തിനും. എനിക്ക് ജനിച്ചു കഴിഞ്ഞ് ദുഃഖിച്ച് മാത്രം. രുദ്രം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എല്ലാവരും എല്ലാവരുടെ പേരിനെ കുറിച്ച് വല്ലൊരു സതീശൻ എന്താണ് അറിയത്തില്ല. ക്രിസ്ത്യാനികളും സതീശൻ എന്നിടും, രവികുമാർ എന്നിടും, അങ്ങോട്ടും ഇങ്ങനെ പേരുകളൊന്നും അർത്ഥം അറിയാൻ മേലതാണ് പലതും. എല്ലാ തമിഴായാലും തെലുങ്കായാലും കന്നഡ ആയാലും നമ്മുടെ ഈ തെക്കേ ഇന്ത്യൻ ഭാഷയ്ക്ക് ദ്രാവിഡ ഗോത്രഭാഷ ബന്ധമുണ്ട്. ഭാഷാപരമായ പഠനം ബ്രാഹ്മിക് ലിപിയാണ്. മലയാളികളൊന്നും ഇപ്പം മലയാളികൾ ഓണം കൊണ്ടുവന്ന് എന്ത് ഓണത്തിലാണ് ഓണം കൊണ്ടുവന്നത്. നമ്മൾ ഇടയ്ക്കൽ ഗുഹയിൽ ചെന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ ആദിവാസികൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഭാഷ മനസ്സിലാകും. ബ്രാഹ്മിക് ലിപിയാണ്. ബുദ്ധന് ഒക്കെ എടുക്കുന്ന കപിലനും ബാദരായണനൊക്കെ, അത് അല്ലെങ്കിൽ ഒരുപാട് ഇന്ത്യൻ വൈഷ്ണവ ശൈവ ഒരുപാട് വിഷയം പറയാനുണ്ട്. അവരൊക്കെ കടന്ന് പഠിച്ച് വന്ന ഭാഷാശാസ്ത്രങ്ങൾ പാണ്ടി മലയാളമാണ്.
എല്ലാം അടക്കി വാഴും ടരരാരേരാരേ. ആ സാധനം പോലെ നമ്മൾ പാണ്ഡ്യമലയാളമൊക്കെ അടക്കി വാണിരുന്നവരാണ്. അപ്പോൾ അതാണ് അയ്യപ്പൻ, ശൈവവിശ്വാസത്തിൽ ആദിവാസി മലയരയൻ. കടപ്പുറത്ത് ഒരു അരയനിരിപ്പുണ്ട്, അതിനിപ്പോൾ വെളുത്തച്ഛനാക്കിയിട്ടുണ്ട്. എല്ലാം ചരിത്ര ഗോത്രങ്ങളെ തിരയണം. അപ്പം നമ്മൾ പറയാനുള്ളത് പൂർവ്വകാലഘട്ടത്തിൻ്റെ സ്വത്വാധിഷ്ഠിത സിനിമയാണ് തിരിച്ചു വരുന്നത്. ബാഹുബലിയായിട്ടും പിന്നെ അറിയാമല്ലേ, KGF ആയിട്ടും എല്ലാം വരുന്ന പടങ്ങൾ ഹിറ്റ്. കാന്താര, പോറ അങ്ങനെ ഒരു പടമാണ്. അതൊരു ബ്രഹ്മാണ്ഡ പടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോളം 7 വർഷം കൊണ്ട് പടം തീർക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമില്ല. പല ഇവിടെ അഭിനയിക്കാൻ വന്ന കുറേ കുട്ടികളിൽ കുറേ അബദ്ധങ്ങൾ, കുബുദ്ധികളുള്ള രക്ഷപ്പെടാത്ത അതുങ്ങൾ എന്നെ മനസ്സിലാക്കാതെ പോയവരുണ്ട്. ഇടയ്ക്ക് വേഷം ചെയ്യാതെ ഇടയ്ക്കിട്ട് പോകും അവരുടെ അഹങ്കാരത്തിൽ. അവർ നിൽക്കണേ ഞങ്ങളിവിടെ കഞ്ഞിയും പപ്പടമൊക്കെ കുടിച്ചാൽ എങ്ങനെ ചെയ്താലും ആ പടത്തിൻ്റെ കൂടെ നിൽക്കണം. കോടികൾ മുടക്കിയാണ് ഇപ്പോൾ ഈ പടം തീർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റുഡിയോ വർക്ക് ശശീന്ദ്ര സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ പുതിയ കാലഘട്ടത്തിൻ്റെ നാട്യശാസ്ത്രം, സാങ്കേതിക അവസ്ഥ ഭയങ്കര ഭീകരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, മധു സാറ് എന്ന് പറയുന്ന ദൈവതുല്യനായ ആളെ പോലെ പുതിയ തലമുറയിൽ നടന്മാരിനി ആവശ്യം. ഫഹദ് ഫാസിൽ ആദ്യത്തെ പടത്തിൽ തോറ്റുപോയി വിദേശത്ത് പോയി നാട്യശാസ്ത്രം പഠിച്ച് ഏതോ ദൃഷ്ടിസ്തതോ പഠിച്ച് നമ്മൾ നാട്യശാസ്ത്രത്തിൽ ത്രിപതാക മുദ്രാഖ്യം കടകം മുഷ്ടി കർത്തിരി മുഖശുദ്ധുണ്ട്, അങ്ങനെ മുദ്രകളുണ്ട്. അപ്പം മുദ്രകളൊക്കെ പഠിച്ച് നാട്യശാസ്ത്രത്തിൽ പോയാൽ നമുക്ക് മുദ്രയിലാണ് ഇത് നിൽക്കുന്നത്. ഈ ശില്പം ഇതൊരു മുദ്രയാണ്. അപ്പോൾ നമ്മളത് തെയ് തെയ് താ തീ തെയ് എന്ന അതൊക്കെ നൃത്തത്തിലുള്ളതാണ്. നമുക്ക് ആ ഒരു ചലനബോധം ചലച്ചിത്രത്തിൽ ചലന ഭാഷയായിട്ട് വരുന്ന നൃത്തം പഠിക്കണം, സംഗീതം പഠിക്കണം, ആയോധനകല പഠിക്കണം. ഇതെല്ലാം ഫ്രെയിമുകളാണ്. ഒരു സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഒരു കിക്ക് ചെയ്യുന്നു, മിഡിൽ കിക്ക് അല്ലെങ്കിൽ മിഡിൽ പഞ്ച, അപ്പർ പഞ്ച ഏതുമാകട്ടെ, ആ പഞ്ച് ചെയ്യുന്നതിൻ്റെ ഇത് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ആയോധനകല പഠിക്കുക, സംഗീതം പഠിക്കുക, നൃത്തം പഠിക്കുക. നമ്മളെല്ലാം സൗന്ദര്യാത്മകമായൊരു ചലച്ചിത്രം ചെയ്യുമ്പോൾ സർഗാത്മക പ്രതിഭയായിട്ട് സിനിമ ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സിനിമ മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സിനിമ പുനർജനിക്കുന്നത് ഈ മൊബൈലിലൂടെ ആയിരിക്കും. അതുകൊണ്ട് മൊബൈലിലൂടെ നമ്മൾ ഈ സിനിമ മാത്രം പ്രതീക്ഷിച്ച നടനാകാൻ പോരും. സോഷ്യൽ മീഡിയ സജീവമായിട്ട് പണിയെടുക്കണം. അതുകൊണ്ട് ഞാൻ എന്നെ പ്രതിഷ്ഠിച്ച് എൻ്റെ ശില്പമായിട്ട് രുദ്രംബായി ഈ ഓണത്തിന് നിങ്ങളുടെ മുന്നിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അവനവനെ ഉയർത്തിയാലേ അവനവൻ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വയം പ്രതിഷ്ഠവൽക്കരിക്കുക. എല്ലാവർക്കും അടിപൊളി ഓണാശംസകൾ.